കുഞ്ഞേമോ കുഞ്ഞേമോ ഞങ്ങളെ നിലപാടും ഞങ്ങളെ കാര്യങ്ങളും ഞങ്ങൾ പറയും. അത് ഞങ്ങൾ എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചു. ഏതായാലും കുഞ്ഞേമു അതിനെപ്പറ്റി പറയുന്നുണ്ട്. കുഞ്ഞേമുവിൻ്റെ വർത്തമാനം ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. അത് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്കപ്പോൾ പറയാം. നിലപാട് വരിക നിങ്ങൾ കേട്ടില്ലേ? നിലപാടുണ്ട് ചോദിച്ചു നോക്കുമ്പോ എല്ലാവർക്കും തിരിഞ്ഞിരിക്കണം വരെ തരികടേ. അപ്പൊ ചാനലേരി എന്നിട്ട് ചോദിച്ചു എന്താ നിലപാട്? ഞങ്ങളെ നിലപാട് ഞങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നിലപാട് ഞങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ? ഞങ്ങളെ നിലപാട് ഞങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണമുണ്ട്. അപ്പൊ ആർക്കൗട്ട് ചെയ്ത് പരസ്യമായി ഞങ്ങളൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. പരസ്യമായിട്ട് ഞങ്ങളൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അത് പണ്ടും നടത്തിയിട്ടില്ല, എപ്പോഴും നടത്തിയിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. പരസ്യമായിട്ട് ഞങ്ങൾ ഇന്നീന് വോട്ട് ചെയ്യണമെന്ന് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് പണ്ടും പറഞ്ഞിട്ടില്ല, എപ്പോഴും പറഞ്ഞിട്ടില്ല. എനിക്ക് പണ്ടും തെളിയിക്കാൻ കഴിയില്ല. ജിതിയിലുണ്ടായിരുന്നല്ലോ, അന്നും പറഞ്ഞിട്ടില്ല അത്. പക്ഷേ ചില സമയങ്ങളിൽ ലീഗ് പറഞ്ഞ വിഷയത്തിനോടനുബന്ധിച്ചിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്ത് ചെയ്തിട്ടില്ല, ഇന്നീന് വോട്ട് ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലായ എനിക്ക്? അപ്പം എന്നാലും ആർക്കാ വോട്ട് ചെയ്ത് അത് നമ്മൾ 4-ാം തീയതിക്ക് ശേഷം പറയും. ഉളുപ്പുണ്ടായ കൈമാരങ്ങൾക്ക് ഞങ്ങൾ നിലപാട് ഞങ്ങൾ ചിലപ്പോൾ 4-ാം തീയതിക്ക് ശേഷം പറയും, ചിലപ്പോൾ 10-ാം തീയതിക്ക് ശേഷം പറയും. അനക്കം തേങ്ങായി ഇജ്ജൊന്നും എൻ്റെ പണി നോക്കുന്നു. റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നു എന്താ ജയിച്ച പാർട്ടി സിന്ദാബാദ്, ജയിച്ച പാർട്ടി സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ കുഞ്ഞേമേ? എന്താ കുഞ്ഞേമേ ജിങ്ങനെ? എന്താ ജിങ്ങനെ? എനിക്ക് എന്ത് പറ്റി കുഞ്ഞേമേ? എനിക്ക് നല്ലോണം കിട്ടിക്കണല്ലോ വെള്ളം. എന്താ പറയുക പരിപാടി? ആരാ? നമ്മളെ മറ്റാള് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതല്ലേ ഞങ്ങളെ മുതല്. ഞങ്ങളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇടപെടുന്നത്. വേറുള്ള ആൾക്കാരൊന്നുമല്ല ഇടപെടുന്നത്. ഞങ്ങളെ നേതാവ് തന്നെയാണ് ഇടപെടുന്നത്. അതല്ലേ പ്രസ് മീറ്റിൽ പറയാ ഞാൻ 19-ാം തീയതി അമേരിക്കയിലേക്ക് പോകണം. എന്നാ കൂട്ടത്തിൽ ഇതും പറയാ 4-ാം തീയതിക്ക് ശേഷം പറയും. മാഷാ അല്ലാ, ഞങ്ങളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അമേരിക്കയ്ക്ക് പോകണ്ടില്ലേ? ഇജ്ജ് പറഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ അറിയണത്. അങ്ങനെയൊക്കെ പറയാം. ഇജ്ജാകെ ഇതിലെങ്ങനെ ഇട്ടാവട്ടത്ത് കൂടി ഇങ്ങനെ നിന്ന് തിരിയല്ലേ. പിന്നെ ഇപ്പോൾ ദുബായിക്കൊന്ന് പോയി നോക്കി. അവിടെ ഒരു ഹൗസ് ഡ്രൈവറെ വിസക്ക് അവിടെ അറബിക്ക് പറ്റിയില്ല. അപ്പോൾ പിന്നെ പുറത്താക്കിയപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോന്നു അല്ലേ? ഞങ്ങളെ നേതാക്കന്മാർ അമേരിക്കയിൽ കൂടി അതിൽ ഇതിലേക്ക് കളിച്ചിട്ടുണ്ട്. ഇജ്ജ് എന്തൊക്കെ കരുതിയതെന്ന് അവിടെ ചെന്നാൽ സംസാരിക്കേണ്ടത് ഞങ്ങളെ നേതാക്കന്മാർക്ക് അറിയേ. അമേരിക്കയിൽ ഇംഗ്ലീഷാണ്. അവിടെ പോയിട്ട് എന്താ തനക്ക് കിട്ടുക? മലയാളം തന്നെ കോലം പോലെ പറയാൻ പറ്റാത്ത ഇജ്ജ് അവിടെ പോയിട്ട് എന്താ അറിയാം? അപ്പൊ മറ്റാള് ബിസിനസ് മാൻ മൂപ്പരും പറയാം ഇതെല്ലാരും കൂടി ഇത്തിഫാക്കായിട്ട് തീരുമാനം. ആര് ചോദിച്ചാലും ഇങ്ങനെ മറുപടി അറിഞ്ഞാൽ മതിട്ടോ. ഞങ്ങൾ എന്ത് പറയുകയാണെങ്കിലും ഇത്തിഫാക്കായിട്ട് തന്നെ തീരുമാനിക്കല്. എല്ലാവരും പാടെ ഇത്തിഫാക്കായിട്ട് എടുത്ത തീരുമാനം തന്നെ പറയാറുള്ളത്. അല്ലാതെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം പറയില്ല. ഞങ്ങൾ എ പി ഉസ്താദ് വേറൊരു അഭിപ്രായം, ഖലീൽ തങ്ങൾ വേറെ അഭിപ്രായം, പേരുടെ ഉസ്താദ് വേറെ അഭിപ്രായം പറയില്ല. ഞങ്ങൾ എല്ലാവരും പാടെ എന്ത് പറയണം എന്ന് ഞങ്ങളെ നേതാക്കന്മാർ കൂടിയെടുക്കും തീരുമാനം. ആ തീരുമാനം തന്നെയാണ് ഞങ്ങൾ പറയൽ. ഞങ്ങൾ ചെറിയ SBS കുട്ടികൾ മുതൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മുഷാവറ വരെ അത് തീരുമാനിച്ച തീരുമാനം തന്നെ പറയുള്ളൂ. അതല്ലാതെ ഓരോരുത്തരും ഓരോ തീരുമാനം പറയില്ല. കാരണം നിങ്ങളതങ്ങനെയാണല്ലോ. കുരുവട്ടൂരികൾ അങ്ങനെയാണ്. ഷെയ്ഖൊന്ന് പറയും, പിന്നെ നൗഷാദ് ഒന്ന് പറയും, പിന്നെ പമ്പേഴ്സ് ഒന്ന് വേറെ പറയും, അൻ്റെത് വേറെയും പറയും. അങ്ങനെയാണല്ലോ. ഞങ്ങളത് അങ്ങനെയല്ല. ഞങ്ങൾ കൂടിയെടുത്ത തീരുമാനങ്ങളെ പറയൂ. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് മുഴുവനും നിങ്ങളെ ഈ തരികട തിരിയും ചെയ്തിരിക്കണേ ഇരട്ടത്താപ്പ്. അത് തിരിഞ്ഞിരിക്കണം. അത് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ തരികട ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ തിരിഞ്ഞത് കൊണ്ടാണ് എല്ലാ വർഷത്തേക്കാളിലും ഇപ്രാവശ്യം ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ വന്ന് കണ്ടിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും. അത് അറിഞ്ഞിരിക്കണോ? മർക്കസ് പൂട്ടാൻ വേണ്ടിക്കൊണ്ട് അവിടെ മർക്കസിൻ്റെ മുന്നിൽ മറ്റേ പന്തൽ കെട്ടി ആ മർക്കസ് പൂട്ടാൻ വേണ്ടിക്കൊണ്ട് കാവലിരുന്നിരുന്നു. മർക്കസ് പൂട്ടിക്കിട്ടാൻ വേണ്ടിക്കൊണ്ട്. അറിയാൻ വർത്തമാനം അതെനിക്കറിയോ? ആ കജതിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അല്ലേ? മർക്കസ് പൂട്ടാൻ വേണ്ടിക്കൊണ്ട് അവിടെ പന്തൽ കെട്ടിയാണ്ട് കാവലിരുന്നിരുന്നു. അങ്ങനത്തെ ആളുകൾ വരെ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്തി. ആ പൂട്ടിക്കിട്ടാൻ വേണ്ടിക്കൊണ്ടുള്ള സ്ഥാപനത്തിൽ ഓഫീസിൽ വന്നിരുന്ന് കാന്തപുരം ഉസ്താദിൻ്റെ ഇപ്പുറത്തിരുന്ന് കൈമുത്തി കാലുമുത്തി പോയി. തിരിഞ്ഞതുകൊണ്ടാണ്. എ പി ഉസ്താദിനെ തിരിഞ്ഞതുകൊണ്ടാണ്.
സംഘടനയെ മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാവരും വന്നത്. നിങ്ങളടുത്ത് ആരെങ്കിലും വന്നോ? ആരെങ്കിലും വന്നോ? പാക പേടിയില്ല, അതെന്താ സംഭവിക്കുകയെന്ന് ഒക്കെ കാത്തിരുന്ന് കാണാൻ നമുക്ക്. ആർക്കാ പേടി? എനക്കോ? എനക്കേ കാരണം പേടി. ഞങ്ങൾക്കാ പേടിയില്ല. കാരണം ഞങ്ങൾ സംഘടനയിൽപ്പെട്ട ഒരാളും മത്സരിക്കാൻ നിന്നിട്ടില്ല. ഒരാളോടും അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ പേടിച്ചാണ്? ആര് ജയിച്ചു ആര് തോറ്റു ഞങ്ങൾക്കെന്ത് പേടി? ഞങ്ങൾക്ക് ഇവിടെ ഒരു പേടിയേ ഇല്ല ആ വിഷയത്തിൽ. ഇജ്ജിങ്ങനെ ഡയലോഗ് പറയാന്നല്ലാതെ എൻ്റെ ആ ഡയലോഗിന് പിന്നെ വള്ളത്തിൽ അമ്മിക്കുട്ടി ആടിയ മാതിരിയാ. എൻ്റെ കുഞ്ഞാടുകളോടാണ് പറയേണ്ടത് ഇജ്ജല്ലേ. നിങ്ങൾ ബേജാറാകാതിരിക്കുന്നു. ഓരോട് പറഞ്ഞോളാ. നിങ്ങൾ ബേജാറാകാതിരുന്നോളിട്ടോ. നിങ്ങളെന്തിനാ ബേജാറാണ്? കുഞ്ഞേമാടുണ്ടല്ലോ, നിങ്ങളെന്തിനാ ബേജാറാണ്? ബേജാറും ആവണ്ട കേട്ടോ. നല്ല ഉഷാറായിട്ട് ഇരുന്നോളിയേ. എന്തെന്നാ അതിന്റെ കഥകൾ ആലോചിച്ച് നോക്കിയേ. ശുദ്ധ അസംബന്ധം, ഇരട്ടത്താപ്പ്. കുഞ്ഞേമതേ, ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണത് എന്താ ഇരട്ടത്താപ്പ്? ഇജ്ജെന്താ ചങ്ങായി പറയുന്നത്? എന്താ ഇരട്ടത്താപ്പ്? ഞങ്ങളാരും രാഷ്ട്രീയത്തിന് ഇലക്ഷൻ മത്സരിക്കാൻ ഒരാളെയും നിർത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ രാഷ്ട്രീയക്കാരോട് എല്ലാവരും നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ പോയി കാണുന്നു ആരോടും പറഞ്ഞിട്ടില്ല. ഖലീൽ തങ്ങൾ പാപ്പാനെ പോയി കാണുന്നും പറഞ്ഞിട്ടില്ല. പേരോട് ഉസ്താദിനെ പോയി കാണുന്നു ആരോടും പറഞ്ഞിട്ടില്ല. ഓലിങ്ങോട്ട് ഇറങ്ങി വരികയാണ് ചങ്ങായി. ഇറങ്ങി വരികയാണ്. ഓർക്ക് മനസ്സിലായി ഇവിടെ വോട്ട് പെട്ടി കൂടുതലുള്ളത് എവിടെയാണ്? കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിലാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ഇതിൻ്റെ മുന്നത്തെ ഇലക്ഷനിലൊക്കെ എന്തെല്ലാം പ്രസംഗിച്ചിരുന്നു അറിയാനക്ക് വർത്താനം. പക്ഷേ എന്തെല്ലാം പറഞ്ഞിരുന്നു. എന്താ ഇപ്രാവശ്യം പറയപ്പെട്ട മഹാന്മാരൊക്കെ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയല്ലോ. പല ആൾക്കാർ അന്നൊക്കെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഞങ്ങൾ എന്താണെങ്കിലും ശരി കാന്തപുരത്തിൻ്റെ അടുത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ആശീർവാദം വാങ്ങിയിട്ടായി പോയിക്കണത്. ഞങ്ങളാരോടും വരാൻ പറഞ്ഞിക്കല്ല. പിന്നെ വരുന്ന ആൾക്കാരോട് നിങ്ങൾ പോയി അവിടെ നിന്ന് പറയാൻ പറ്റുമോ? ഓല് വരും. ഓല് വരും. ഓലെ നല്ല രൂപത്തിൽ സ്വീകരിക്കും. നല്ല രൂപത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഈത്തപ്പഴവും കട്ടൻ ചായയും ഗാവിയൊക്കെ കൊടുത്ത് ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളെ സ്ഥാപനം അങ്ങനല്ലേ, ഞങ്ങളെ നേതൃത്വം അങ്ങനല്ലേ. അതല്ലാതെ ഞങ്ങൾ കൈതകളായി കണ്ടല്ലല്ലോ പോണത്. നിങ്ങളെ മാതിരി നിങ്ങൾ പറഞ്ഞത് ഷെയ്ഖിൻ്റെ കൈതയാണ് നിങ്ങൾ എന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനല്ല പോണത്. ഞങ്ങൾ ഇൻസാനായിട്ട് തന്നെ പോണത്, മനുഷ്യന്മാരായിട്ട് തന്നെ പോണത്. രാഷ്ട്രീയക്കാർക്കൊക്കെ മനസ്സിലായി ഞങ്ങളടുത്തുള്ളത് മനുഷ്യന്മാരാണ്, സാധാരണ മനുഷ്യരാണല്ലോ വോട്ട് ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ മനുഷ്യരാണല്ലോ പോകൽ. അപ്പോൾ അതുകൊണ്ട് അവർ രാഷ്ട്രീയക്കാർ മുഴുവനും കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നത് ഇവിടെ ഉള്ളത് മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഴുവൻ രാഷ്ട്രീയക്കാരും വന്നത്. ഇത് മനസ്സിലാക്കണം. വട്ടൂരി കുഞ്ഞേമേ, ഇത് മനസ്സിലാക്കണം. ആ സമയത്ത് നിങ്ങൾ പറയലെന്താണ്? ഞങ്ങൾ ഷെയ്ഖിൻ്റെ കൈതകളാണെന്നാ. കൈതകൾ എവിടെയും വോട്ട് ചെയ്യലില്ലല്ലോ. നമ്മളിതുവരെ കേട്ടിട്ടില്ല കൈത വോട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൈതകളാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളടുത്തേക്ക് ആരും വരില്ല. കൈതകളല്ലേ, കൈതകളെ ആരും എങ്ങനെ വോട്ട് ചെയ്യാം? അപ്പോൾ അതുകൊണ്ട് നിങ്ങളടുത്തേക്ക് വരില്ല. നിങ്ങൾ മനുഷ്യരാണെന്നൊന്ന് പറയും, ഞങ്ങൾ മനുഷ്യന്മാരാണ് എന്നൊന്ന് പറയും. അപ്പം ഞാൻ അടുത്ത ഇലക്ഷൻ വേണമെങ്കിൽ രാഷ്ട്രീയക്കാരൊന്ന് ചിന്തിച്ചോളും. നാലാൾ ഓരോടൊന്ന് പോയി പറഞ്ഞു നോക്കാം നമുക്ക്. മറ്റേ എന്താ വെച്ചാൽ കൈതകളോട് എങ്ങനെ പറയാം? അതല്ലേ മറ്റാള് പറഞ്ഞ അമ്മായി ആകരുതേ, നിങ്ങൾ അങ്ങനെ ആകല്ലെന്ന്. ആണാണെങ്കിൽ ആണ് എന്ന് പറ, പെണ്ണാണെങ്കിൽ പെണ്ണ് എന്ന് പറയാ. ആണും പെണ്ണും അല്ലാത്ത നപുംസകതയും സ്വീകരിക്കല്ലേ മുസ്ലിം ജമാഅത്തുകാരെ, കാന്തപുരം സമസ്തക്കാരെ. എന്നുള്ളിടത്ത് കൈതകൾ വെക്കാൻ നല്ലത്. കൈതകളാകരുത്. കൈതകൾ ചങ്ങായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിലയിരുത്തി. ഞങ്ങളടുത്തേക്ക് അതല്ലേ വരുന്നത്. ഇജ്ജെന്താ കരുതിയത്? ഇജ്ജെന്താ ഞങ്ങളെ പറ്റി കരുതിയത്? ഇജ്ജ് കരുതിയതല്ല കേട്ടോ. അവിടുന്നൊക്കെ വിട്ടു കേട്ടോ. നിങ്ങൾക്ക് എന്താ പകള കഥ? 4-ാം തീയതി ശേഷം പറയാം. റിസൾട്ട് വന്നതിന് ശേഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയണ്ടോ? 4-ാം തീയതിക്ക് ശേഷം പറയാമെന്ന്. അതന്നെ ഞങ്ങൾ പറയണ്ടേ. കൈതകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ പറയണ്ടേ, ഞങ്ങൾ തന്നെ പറയും മോനെ. ഞാൻ ജയിച്ച പാർട്ടിക്കൊപ്പം ചേരുക. നിങ്ങളെ സമൂഹം ശരിക്കും വിലയിരുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ശരിക്കും വിലയിരുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത് കുഞ്ഞേമത് ഗുരുവട്ടൂരെ? എന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞങ്ങളെ ജനം വിലയിരുത്തിയത് കൊണ്ടാണ് 1989 ശേഷം സമസ്ത പിരിഞ്ഞിട്ട് ഈ കാലമെത്രയും മർക്കസിൻ്റെ മുറ്റത്തേക്ക് കയറാത്തവർ വരെ
രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നവർ കാന്തപുരം ഉസ്താദിനെ കാണുകയും കൈപിടിക്കുകയും അവിടുന്ന് ആശീർവാദം വാങ്ങി പോവുകയും ചെയ്തു. മനസ്സിലായ എനിക്ക്? അവിടെ വരുമ്പോൾ ആരും ആട്ടിവിട്ടിട്ടില്ല, ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, ആട്ടിവിട്ടിട്ടില്ല. മജുദൂബാണ് പറഞ്ഞാണ്ട് ആട്ടിവിട്ടിട്ടില്ല. ഒക്കെ നല്ല ഇഖ്ലാസോടുകൂടെ എല്ലാവരും സ്വീകരിച്ച് ചെയ്തിരുന്നു. പിന്നെ മത്സരമാകുമ്പോൾ രണ്ടിലൊരു ടീം തോൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഞങ്ങൾക്ക് ശരിക്കും അറിയാം. പിന്നെ ഞങ്ങൾ ശരിക്കും ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ വരുന്നത്, രാഷ്ട്രീയക്കാർ വരുന്നത്. എന്നാൽ ഇപ്രാവശ്യം കണ്ടോ, ഈ 89കൾക്ക് ശേഷം ഈ കാലം എത്രയും ഏതെല്ലാം സ്ഥലത്ത് യു ഡി എഫ് വിജയിച്ചോ അവിടെയൊക്കെ ഏതാണ്ട് കാന്തപുരം ഉസ്താദിൻ്റെ കോലം കത്തിച്ച സംഭവങ്ങൾ എനിക്ക് കാണാൻ കഴിയും. ഇപ്രാവശ്യം UDF ജയിച്ചാലും ശരി തോറ്റാലും ശരി, ഈ മറ്റൊരു പിന്നെ LDF പിന്നെ ആ പരിപാടി ചെയ്യലില്ല, UDFൻ്റെ അടുത്ത് നിന്നാണല്ലോ അതുണ്ടാവല്. ഇപ്രാവശ്യം UDF ജയിച്ചാലും കാന്തപുരത്തിൻ്റെ കോലം കത്തിക്കണം എനിക്ക് കാണിക്കാൻ കഴിയൂല. അങ്ങനെയാണ് അതിൻ്റെ കഥ കിടക്കുന്നത്. ഇന്ന് അതിൽ പെട്ട ആളുകളുടെ കോലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതെനിക്ക് വർത്താനം, അത് കത്തിയെങ്കിൽ കത്തും. അതല്ലാതെ കാന്തപുരം ഉസ്താദിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായി. കാന്തപുരം ഉസ്താദിനെ എല്ലാവർക്കും മനസ്സിലായി. കേരള മുസ്ലിം ജമാഅത്തിന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. അതിന് ഓലടുത്തേക്ക് വരുന്നതിന് അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമല്ല, അതിൻ്റെ വിജയിക്കാൻ പോണ കാര്യമല്ല. മനസ്സിലാക്കിക്കോ, അത്രയേ വിഷയത്തെ പറയാനുള്ളൂ. പക്ഷേ നിങ്ങൾ ആദ്യം മനുഷ്യന്മാരാകുമ്പോൾ നിങ്ങളടുത്തേക്കും ആൾക്കാർ വരും. മനുഷ്യരാണ് എന്നൊന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കുക.